ഗ്രീഷ്മയുടെ പക്ഷമാണ്. ഗ്രീഷ്മ അനുകൂലികളാണ് നിങ്ങളെങ്കിൽ ഞാൻ പീഡന പക്ഷം കൂടെയാണ്. നിങ്ങളൊക്കെ ഗ്രീഷ്മ അനുകൂലികളാണെങ്കിൽ ഞാൻ മറുവശത്ത് രാഹുൽ എന്തായാലും കമ്മീഷൻ വേണം, പുരുഷന്മാർക്ക് കമ്മീഷൻ വേണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. കൊല്ലപ്പെട്ട ഷാരോണിനെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും അവൻ എന്തിനു വേണ്ടിയാണ് പോയത് അങ്ങോട്ട് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ കമാൽ പാഷ സാറിനോട് സാറേ കുറച്ചു മനുഷ്യത്വം കൂടെ വേണ്ടേ എന്ന് ചോദിക്കാൻ കൂടി രേണുകാജിക്ക് കഴിഞ്ഞാലാണ്. മാഡം അത് പറയരുത്, അവരെന്നെ വൃത്തിയോട് പറഞ്ഞു നിങ്ങൾ ഇടപെട്ടില്ലല്ലോ, ആ മര്യാദ തിരിച്ചു കാണിക്കണം. നമുക്ക് സമയം എനിക്ക് തല്ലുന്നൊരു പുത്തരിയല്ല, ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ട. പുരുഷ കമ്മീഷൻ വേണ്ടേ എന്നൊരു പോള് നടത്തുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യും. പോളൊന്നും വേണ്ട രാഹുൽ, ഇത് ഈ ചർച്ചയുടെ താഴെ തന്നെ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ഇതുപോലുള്ള കമന്റുകൾ കാണും. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് വിഷയം ചർച്ച നടത്തിയാലും രാഹുലിനെ പോലെ സമാന മനസ്കരായ ഇഷ്ടം പോലെ ആളുകൾ, രാഹുലിനെ പോലെ സമാന മനസ്കരായ ഇഷ്ടം പോലെ ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, അങ്ങനെ വിടുകയാണ് പതിവ്. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? എനിക്കിതിൽ ഏറ്റവും സന്തോഷം സ്ത്രീജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ പിന്തുണയാണ്. സ്ത്രീജനങ്ങളുടെ ഭാഗത്തു നിന്ന്, അമ്മമാരുടെ ഭാഗത്തു നിന്ന്, സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് വലിയൊരു പിന്തുണയുണ്ട്. കാര്യം ഇതിന്റെ ടാഗ് ലൈൻ പോലും, ഈ കമ്മീഷന്റെ ടാഗ് ലൈൻ പോലും ഞങ്ങൾ പ്രപ്പോസ് ചെയ്തത് നമ്മുടെ അച്ഛനും സഹോദരനും മകനും സുഹൃത്തിനും വേണ്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പുരുഷ കമ്മീഷൻ കാലഘട്ടത്തിന്റെ ചുവരെഴുത്താണ്, കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ ഒരു പുരുഷ കമ്മീഷൻ കൊണ്ടുവരാൻ കഴിയുന്നത് കേരളത്തിന് ഏറ്റവും വലിയ അഭിമാനമാണ്. പുരുഷൻ എന്തിനാണ് കമ്മീഷൻ എന്ന് നമ്മളിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് രാഹുൽ ഗോഡ് ഫാദറിൽ ചോദിക്കില്ലേ, എന്തിനാടാ പഠിക്കുന്നതെന്ന് ചോദിക്കില്ലേ മായിൻകുട്ടിയോട്? ആ ഒരു അർത്ഥത്തിൽ മാത്രമേ ആ ചോദ്യം എടുക്കാവൂ എന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട്. ഇപ്പോൾ ആ അർത്ഥത്തിൽ മാഡം എടുക്കുന്നതിന്റെ കാരണം എന്താ അറിയാമോ? ഇല്ല, ആ അർത്ഥത്തിൽ ചോദിക്കുന്നതിന്റെ കാര്യം ഇതുവരെ രേണുകാജി നിവിൻ പോളിക്ക് എതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടിക്ക് എതിരെ ഒരു FIR ഇടാത്തത് എന്താണെന്ന് ചോദിക്കാത്തത് കൊണ്ടാണ്. കിട്ടിയല്ലോ. ജസ്റ്റിസ് കമാൽ പാഷ പറയാണ് അവളൊരു കോർണറിൽ പെട്ടുപോയി, രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. അവസാനം അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സോടെ കഷായം കൊടുത്തു. ഇല്ല, അങ്ങനെ അദ്ദേഹം ആ രീതിയിലല്ല, ആ വിധി വധശിക്ഷ എന്നതിനെതിർത്ത് അദ്ദേഹം സംസാരിച്ചിരുന്നു. അത് ഒരു വധശിക്ഷ അപൂർവമായ കേസല്ല എന്ന് എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഫ്ലാഷ് ബാക്ക്. അതിന്റെ കല്യാണങ്ങൾ വന്നാലൊക്കെ അയാൾ മുടക്കും. ഈ കുട്ടിക്ക് ഇയാളെ വേണ്ടെങ്കിൽ ഇയാളങ്ങ് പോയാൽ പോരെ. ഇതിനെ തന്നെ കെട്ടി വെക്കുമെന്ന് പറഞ്ഞതിന്റെ പുറകെ അടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? വേറെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല അയാൾക്ക്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതെന്തോന്ന് ചോദിച്ചു, ഇത് കഷായം ഞാൻ കുടിക്കാൻ വെച്ചാന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക്